അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും സിൽവിയാണ്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ ഹസ്ബൻഡ് 35 വർഷത്തോളമായിട്ട് മദ്യത്തിന് അടിമയാണ്. വളരെ വിഷമത്തോടെ സിസ്റ്റർ പറയുന്നത് മദ്യപിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോലും വരാതെ മറ്റ് പലയിടങ്ങളിലും കിടക്കുന്ന വേദനയുള്ള ഒരു അനുഭവത്തിലൂടെയാണ് പുള്ളിയായിരുന്നത്. എന്നാൽ ഇപ്പോൾ 30 ദിവസമായിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലാണ് ആയിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബം എത്രയോ പ്രയാസത്തോടെയാണ് ആയിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ കുടുംബസ്ഥൻ വളരെ സമാധാനത്തോടെ തൻ്റെ വീട്ടിലേക്ക് വരണം. ദൈവത്തിൻ്റെ വലിയ കൃപ ആ കുടുംബത്തെ മൂടുവാനിടയാകണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ സിസ്റ്ററിൻ്റെ ഉള്ളിലെ സങ്കടം മാറിപ്പോകട്ടെ അപ്പ, ആ പ്രയാസം മാറിപ്പോകട്ടെ അപ്പ, ആ വീട്ടിൽ നിന്ന് ആ ശൂന്യത മാറിപ്പോകട്ടെ അപ്പോൾ ആ മദ്യത്തിൻ്റെയും ലഹരിയുടെയും അടിമത്തത്തിലായിരിക്കുമ്പോഴുണ്ടാകുന്ന വേദനയുടെ അനുഭവങ്ങൾ മാറട്ടെ അപ്പ. കർത്താവെ, ആ ബ്രദർ തിരിച്ചു വരുന്നത് വളരെ സമാധാനത്തോടെയാകണം. അതോടൊപ്പം ഈ സിസ്റ്റർ പറഞ്ഞത് കുടിച്ചത് നിമിത്തം ലിവറിനും പാൻക്രിയാസും ഒക്കെ പ്രയാസമായിരിക്കുന്നുവെന്ന്, അതിന്മേലെല്ലാം വലിയൊരു സൗഖ്യം അനുഭവിക്കട്ടെ അപ്പ. താനായിരിക്കുന്ന അഡിക്ഷനിൽ നിന്നും പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് വരട്ടെ, കർത്താവിൻ്റെ അനുഭവത്തിലേക്ക് വരട്ടെ. ദൈവത്തെ അനുഭവിക്കണമപ്പ, അദ്ദേഹം കർത്താവിനെ അനുഭവിക്കണമപ്പ. തന്നെ അടിമപ്പെടുത്തിയിരുന്ന സകലത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ അപ്പ, പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ. ഈ വീട് സമാധാനം അനുഭവിക്കട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവെ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. ഈ വീട് ദൈവത്തിൽ സന്തോഷിക്കട്ടെ, കർത്താവിൽ സന്തോഷിക്കട്ടെ, ആ സമാധാനത്തിലാകട്ടെ അപ്പ. യേശുവെ, അവിടുന്ന് ചെയ്തതിനായി നന്ദി പറയുന്നു. ആമേൻ. നിങ്ങളുടെയും പ്രാർത്ഥനയിൽ ഓർത്താട്ടെ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓരോ പ്രഭാതവും നമ്മുടെ എങ്ങനെയാണ്, ഓരോ പ്രഭാതത്തിലും നമ്മൾ ഉണരുന്നത് എങ്ങനെയാണ്. ദൈവജനം പറയാം, ഓരോ പ്രഭാതത്തിലും അവൻ്റെ കൃപ പുതിയതെന്നാണ്. അല്ലെങ്കിൽ അവന് നമ്മളോടുള്ള നീതി ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പലപ്പോഴും വളരെ ടെൻഷനോടെ അല്ലെങ്കിൽ നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ, അയ്യോ ആ വ്യക്തി എന്നോട് അന്യായം ചെയ്യുന്നു, അല്ലെങ്കിൽ പലവിധ ടെൻഷനിലുമായിരിക്കും നമ്മൾ പ്രഭാതത്തിൽ ഉണരുന്നത്. എന്നാൽ സ്വർഗം പറയുക, ദൈവജനം പറയുക, ഓരോ പ്രഭാതവും
നീ അവൻ്റെ നീതി അന്വേഷിച്ചാട്ടെ. നിനക്ക് എവിടെ നീതി നിഷേധിക്കപ്പെട്ടാലും ദൈവത്തിൻ്റെ നീതി നിനക്ക് ഓരോ ദിവസവും പുതിയത് അനുഭവിക്കാനായി കഴിയും. ദൈവത്തിൻ്റെ കൃപ ഓരോ ദിവസവും പുതിയത് അനുഭവിക്കാനായി കഴിയും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ അതിൽ ബലപ്പെട്ടാട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. According to Zephaniah chapter 3 verse 5, സെഫന്യാവ് 3:5 ഇങ്ങനെ പറയുന്നു. last week we thought about it. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് പഠിക്കാനിടയായി. He clearly say every morning he shows the justice, അവന്റെ ഓരോ പ്രഭാതത്തിലും അവന്റെ നീതി അവൻ കാണിക്കുന്നു. unfailing justice, പരാജയമില്ലാത്ത നീതി. so you can expect a justice from God in every morning. നിങ്ങൾക്ക് ദൈവത്തിന്റെ കരുത്തിൽ നിന്ന് നീതി എല്ലാ പ്രഭാതത്തിലും പ്രതീക്ഷിക്കാം. No need to cry out for justice. അതിനുവേണ്ടി കരയേണ്ട ആവശ്യമില്ല. Every morning എല്ലാ in your business, എല്ലാ പ്രഭാതത്തിലും നിങ്ങളുടെ ബിസിനസ്സിൽ, in your family, നിങ്ങളുടെ കുടുംബത്തിൽ, in your job, നിങ്ങളുടെ ജോലിയിൽ, everywhere where you need justice, you can expect mercy from നിങ്ങൾക്ക് God. എവിടെയൊക്കെയാണോ നീതി ആവശ്യമുള്ളത് അതെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനിടയാകും. His mercy, His justice never fails. അവന്റെ നീതി ഒരിക്കലും പരാജയപ്പെടുന്നില്ല. Hallelujah. Maybe your neighbor, maybe your family member, maybe your father, maybe your business partner stop your justice, ചിലപ്പോൾ നിന്റെ refuse പിതാവ്, to give justice. ചിലപ്പോൾ നിന്റെ പിതാവ്, ചിലപ്പോൾ നിന്റെ അയൽക്കാരൻ, ചിലപ്പോൾ നിന്റെ പാർട്ട്ണർ, അവരൊക്കെ നിനക്ക് നീതി നിഷേധിച്ചെന്ന് വരാം. But just believe every morning is justice is new. പക്ഷേ വിശ്വസിക്കുക, ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ നീതി പുതിയതാണ്. Don't cry for justice. അതിനുവേണ്ടി കരയേണ്ട ആവശ്യമില്ല. Instead of that, say, Lord, I know your justice is new today. അതിന് പകരം നീ പറയേണ്ടത്, പിതാവേ, എനിക്കൊരു കാര്യം അറിയാം, നിന്റെ നീതി ഈ പ്രഭാതത്തിൽ പുതിയതത്രേ. Where the people stopped it, there I'm going to experience it. Amen. എവിടെയാണോ ജനം അത് തടഞ്ഞു നിർത്തുവാൻ ഇടയായത്, ഞാൻ അവിടെ അത് അനുഭവിക്കാനായി പോകുന്നു. The same way Bible say, Isaiah chapter 33 verse 2. യെശയ്യാവ് 33:2 ഇങ്ങനെ പറയുന്നു. It is written, He will show His hand for you every morning. അതിനകത്ത് വ്യക്തമായി പറയുന്നു, അവന്റെ കരം ഓരോ പ്രഭാതത്തിലും നിന്നെ കാണിക്കുവാൻ That ഇടയാകും. means every morning He is ready to give help for you. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഓരോ പ്രഭാതത്തിലും നിന്നെ സഹായിക്കാൻ അവന്റെ കരം റെഡിയാണ്. He is ready to help for you. അത് നിന്നെ സഹായിക്കാൻ റെഡിയാണ്. Hallelujah. Hallelujah. That means no need to cry for health. എന്ന് വെച്ചാൽ നീ സഹായത്തിന് വേണ്ടി കരയേണ്ട No ആവശ്യമില്ല. need to cry for help. സഹായത്തിന് വേണ്ടി കരയേണ്ട It is ആവശ്യമില്ല. already there. അത് അവിടെ തന്നെ ഉണ്ട്. Just believe. നീ അത് വിശ്വസിക്കുക, It will manifest. അത് വെളിപ്പെടുവാനായി തുടങ്ങും. Just believe. വിശ്വസിക്കുക, It will manifest. അത് വെളിപ്പെടും. Believe. വിശ്വസിക്കുക, It will manifest. അത് വെളിപ്പെടും. Hallelujah. Come on, brothers. Hallelujah. No need to cry for His strength. അവന്റെ ശക്തിക്ക് വേണ്ടി നീ കരയേണ്ട ആവശ്യമില്ല. And what His hand shows, it shows strength of God. എന്താണ് അവന്റെ കരം കാണിക്കുന്നത്? അവന്റെ ശക്തിയാണ് കരം കൊണ്ട് കാണിക്കുന്നത്. Just believe. അത് നിങ്ങൾ വിശ്വസിക്കുക. God's strength will manifest. ദൈവത്തിന്റെ ബലം നിങ്ങളുടെ മേൽ Just വെളിപ്പെടും. believe. വിശ്വസിക്കുക, Grace will manifest. നിന്റെ കൃപ വെളിപ്പെടും. Just believe. വിശ്വസിക്കുക, Favor will manifest. Just believe. വിശ്വസിക്കുക, Justice will manifest. നീതി നിന്റെ മേൽ വെളിപ്പെടും. Every morning He is ready to reveal this, manifest this. Amen. ഓരോ പ്രഭാതത്തിലും അത് വെളിപ്പെടുത്തി തരുവാൻ അവൻ റെഡിയാണ്. Come on, give a praise offering to our Lord. ദൈവത്തിന്റെ സ്തുതിയാഗം അർപ്പിച്ചാലോ. But we are not believing in the morning this is happening to us. പക്ഷെ നമ്മൾ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല ഇതാണ് നടക്കാൻ പോകുന്നത്. Instead of believing, we are crying, Lord, help, help, help. That's what we are doing. വിശ്വസിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന, ദൈവമേ എന്നെ സഹായിക്കണേ 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 എന്ന് കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. Psalms 17 verse 15 says, every morning I will see His face. സങ്കീർത്തനം 17:5 പറയുന്നു, ഓരോ പ്രഭാതത്തിലും ഞാൻ അവന്റെ മുഖം കാണും. That means he know God is always looking at us. That means He have a concern about us. കാരണം അവന് ഒരു കാര്യം അറിയാം, ഓരോ പ്രഭാതത്തിലും ദൈവനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നൊരു ബോധ്യം അവനുണ്ട്. Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? That means He always guide us. എന്ന് വെച്ചാൽ അവന് ഓരോ പ്രഭാതത്തിലും എന്നെ വഴി നടത്തുവാൻ Or ഇടയാകും. He is the directors. അവനെ എന്നെ ഡയറക്റ്റ് ചെയ്യുവാൻ ഇടയാകും. That means when the morning come, no need to cry out what to do, Lord, I don't know what to do. Don't say like that. ഓരോ പ്രഭാതം എഴുന്നേറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നീ കരയേണ്ട His ആവശ്യമില്ല. eyes is upon you. അവന്റെ കണ്ണ് നിന്റെ മുകളിലുണ്ട്. His concern is upon you. അവന്റെ കരുതൽ നിന്റെ മുകളിലുണ്ട്. He is ready to guide you. നിന്നെ പരിപാലിക്കാൻ അവൻ ശക്തനാണ്. Hallelujah. രാവിലെ എഴുന്നേറ്റ് ദൈവമേ എന്ത് ചെയ്യുന്ന അറിയത്തില്ല, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല.
ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവ്യക്തതകൾ ഉണ്ടാകും, കൺഫ്യൂഷനുകൾ ഉണ്ടാകും. അതിനു പകരം പറയേണ്ടത് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അവൻ എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും, എന്നെ വഴി നടത്താൻ അവൻ ശക്തനാണ്. കർത്താവേ നന്ദി, കർത്താവേ അങ്ങയുടെ കൃപ എൻ്റെ മേൽ ഉണ്ടല്ലോ, അവിടുത്തെ ദയ എൻ്റെ മേൽ ഉണ്ടല്ലോ, അവിടുത്തെ കരുണ എൻ്റെ മേൽ ഉണ്ടല്ലോ, നീ എല്ലാ ദിവസവും അവിടുത്തെ നീതി വെളിപ്പെടുത്തുന്നല്ലോ, അവിടുത്തെ പ്രസാദം എന്നെ നടത്തുന്നല്ലോ. Come on, just will you please stand up? ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറയാവോ, കർത്താവേ എന്നെ ഓരോ പ്രഭാതവും എന്നെ വഴി നടത്തുന്ന നന്ദിയപ്പാ. കരയരുത്, നിലവിളിക്കരുത്. അതിനു പകരം അവന്റെ കരുണയെ കണ്ടാട്ടെ, അവന്റെ ദയയെ കണ്ടാട്ടെ, അവന്റെ കൃപയെ കണ്ടാട്ടെ, അവന്റെ നീതിയെ കണ്ടാട്ടെ. അത് കണ്ടുകൊണ്ട് പറഞ്ഞാട്ടെ, ലോർഡ് ഐ ബിലീവ്, ഞാനത് വിശ്വസിക്കുന്നു. ഈ പകൽ ഞാനത് അനുഭവിക്കും കർത്താവേ. How many years you are crying? There is no change, nothing happened to your life. എത്ര വർഷമായി നിങ്ങൾ കരയുന്നു? എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? I cry for mercy, grace, so many things I did it, you know. ഞാൻ കരുണയ്ക്ക് വേണ്ടി slowly I guess nothing is working. ഞാൻ കരുണയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി ഒത്തിരി കരയുവാനിടയായി. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അതൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നില്ല. എന്താ കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാത്തത്? എന്താ കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെ പ്രാർത്ഥിച്ചിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലാതെ ഒരു വ്യത്യാസം ഉണ്ടാകാത്തത് എന്താ? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ശരിയല്ല, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല, അല്ലെങ്കിൽ ദൈവം കേൾക്കുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയോ ഞാൻ പ്രാർത്ഥിക്കുന്നതോ ശരിയല്ല. അവിടെയാണ് ഞാൻ തിരുത്തിയത്. ഞാൻ തിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന എഫക്റ്റീവ് ആകാൻ തുടങ്ങി. നിങ്ങൾ എത്ര നാളുകൊണ്ട് കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അയ്യോ ദൈവമേ ഞാൻ എന്താ ചെയ്യണ്ടേ, ദൈവമേ എന്ന് മാറുന്ന കർത്താവ്, നീ എന്താ എന്നെ നോക്കാത്ത ദൈവമേ, ദൈവമേ എന്നെ നീ മാറ്റാത്തത് എന്താ, എൻ്റെ അവസ്ഥകൾ എന്താ ഒരു കാര്യത്തിലും വ്യത്യാസം വരാത്തത്? എത്ര നാളെ ഇങ്ങനെ പറയുമോ നിങ്ങൾ? നാളുകൾ എത്രയായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്? ഒരു ചേഞ്ചും ഇല്ലല്ലോ. മതം നമ്മളെ പഠിപ്പിച്ച പല പ്രാർത്ഥനകളും നമ്മുടെ തലയിൽ രജിസ്റ്റർ ആയത് കളയാം നമുക്ക്. അതിനു പകരം ഓരോ ദിവസവും രാവിലെ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന കൃപയെ അനുഭവിക്കാം. അവന്റെ കൃപ പുതിയതാണ്, അവന്റെ ദയ പുതിയതാണ്. Come on, hallelujah. അതവൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ പോയി അതിനെ എടുത്താട്ടെ. Oh, come on, worship the Lord, worship him. When you wake up, see his face every day. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന്റെ മുഖം കണ്ടാട്ടെ. He is looking at you every day. അവൻ നിന്നെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. Believe his eyes is upon me. വിശ്വസിക്കുക, അവന്റെ കണ്ണ് എന്റെ മുകളിലുണ്ടെന്ന്. Wherever I go, his eyes is upon me. ഞാൻ എവിടെ പോയാലും അവന്റെ കണ്ണ് എന്റെ കൂടെയുണ്ട്. Wherever I go, his eyes is upon me. ഞാൻ എവിടെ പോയാലും എന്റെ കണ്ണ് എന്റെ കൂടെയുണ്ട്. Wherever I go, his guidance is upon me. ഞാൻ എവിടെ പോയാലും അവന്റെ കരുതൽ എന്റെ കൂടെയുണ്ട്. His direction is upon me. അവന്റെ വഴി നടത്തൽ എന്റെ കൂടെയുണ്ട്. The Holy Spirit is my guidance. കാരണം പരിശുദ്ധാത്മാവാണ് എന്റെ വഴി നടത്തുന്നവൻ. Holy Spirit is always upon me. പരിശുദ്ധാത്മാവ് എപ്പോഴും എന്റെ കൂടെയുണ്ട്. Come on, worship him. പറഞ്ഞാട്ട് ആരാധിച്ചാട്ടെ. So when you face confusions, നിങ്ങൾ കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത്, so what do you need to say? നിങ്ങൾ എന്താണ് പറയേണ്ടത്? Lord, you are with me. നിങ്ങൾ ദൈവമേ നീ എന്റെ കൂടെയുണ്ട്. Holy Spirit, you are with me. പരിശുദ്ധാത്മാവ് നീ എന്റെ കൂടെയുണ്ട്. You are my guider. നീയാണ് എന്നെ കരുതുന്നവൻ. You are my leader. നീയാണ് എന്നെ നയിക്കുന്നവൻ. You are my director. നീയാണ് എന്നെ വഴി നടത്തുന്നവൻ. How can I fall in confusion? എനിക്ക് എങ്ങനെ സംശയത്തിൽ വീഴുവാനായി സാധിക്കും? No, Lord, you are my leader. നീയാണ് എന്നെ നടത്തുന്നവൻ. So instead of crying, do like this. അത് കരയുന്നതിന് പകരം നിങ്ങൾ അങ്ങനെ പറഞ്ഞാട്ടെ. That means you are agreeing Holy Spirit is with you. He is your guider. He is your leader. He is your director. Suddenly your light will open to your life. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ നേതാവാണ്, പരിശുദ്ധാത്മാവിനെ വഴി നടത്തുന്നവനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവൻ അവസരം കൊടുക്കുകയാണ്. We never do like that. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. Instead of that, we say confusions. നമ്മൾ അതിന് പകരമായി നമ്മൾ കൺഫ്യൂഷൻസ് പറയും. I don't know where I'm going to fall. എവിടാണ് ഞാൻ വീഴാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ല. I don't know what will happen today. ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ല. Instead of that, we say I don't know. You say confusion. നിങ്ങൾ പറയുന്നത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻസ് ആണ് പറയുന്നത്. It has become a style of prayer in our life. ഇതാണ് നമ്മുടെ ഒരു പ്രാർത്ഥനാ രീതി. Break it. അതിനെ ഉടച്ചു കളഞ്ഞാട്ടെ.
അയ്യോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. Stop that style of prayer. ആ രീതിയിലുള്ള പ്രാർത്ഥനയെ നിങ്ങൾ നിർത്തിയാട്ടെ. You know, most of the people are crying like this, Lord, please bless me, Lord. Change my situation. കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു കാര്യം, കർത്താവ് എന്നെ അനുഗ്രഹിക്കണേ, എന്റെ സാഹചര്യം മാറ്റി തരണേ. But you are blessed. പക്ഷെ നീ അറിയേണ്ടത് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവനാണ്. ക്രിസ്തുയേശുവിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. Where you want the blessing, speak to that situation. Speak the blessing to that situation. It will manifest. എവിടെയാണോ നിനക്ക് അനുഗ്രഹം വേണ്ടത്, നീ ആ സാഹചര്യത്തെ നോക്കിയിട്ട് കൽപ്പിച്ചാട്ടെ, പറഞ്ഞാട്ടെ, അത് വെളിപ്പെട്ട് വരുവാൻ ഇടയാകും. Come on. Speak to that situation. ആ സാഹചര്യത്തെ നോക്കി കൽപ്പിച്ചാട്ടെ. Speak blessing. അതിനെ നോക്കി അനുഗ്രഹം പറഞ്ഞാട്ടെ. Speak blessing. അതിനെ നോക്കി അനുഗ്രഹം പറഞ്ഞാട്ടെ. Confess the truths. ദൈവിക സത്യങ്ങൾ അത് കൺഫസ് Then ചെയ്താട്ടെ. it will manifest to you. എന്നാൽ അത് വെളിപ്പെട്ട് വരുവാൻ ഇടയാകും. Hallelujah. In your prayer room, don't say negative words. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരിക്കലും നെഗറ്റീവ് വേർഡ്സ് പറയരുത്. Instead of that, you have to say, Lord, you are with me. I know this is my day. Hallelujah. അതിന് പകരമായി നീ പറയേണ്ടത്, ദൈവമേ നീ എന്റെ കൂടെ ഉണ്ട്, ഇന്നത്തെ ദിവസം എന്റേതാണെന്ന് നീ പറയാനിടയാകണം. Holy Spirit, you are with me. പരിശുദ്ധാത്മാവ് നീ എന്റെ കൂടെ ഉണ്ട്. You brought the dynamic ability in my life. നീ സ്ഫോടനാത്മകമായ കഴിവ് എന്റെ മേൽ പകർന്നിരിക്കുന്നു. Hallelujah. Say to your neighbor, he brought dynamic ability to cause changes. നീ എനിക്ക് സ്ഫോടനാത്മകമായ കഴിവ് തന്നിരിക്കുന്നു, സാഹചര്യങ്ങളെ മാറ്റുവാനുള്ളത്. You have that ability. നിനക്ക് ആ കഴിവ് തന്നിട്ടുണ്ട്. Can you say with me, Holy Spirit given me the ability. നിങ്ങൾക്ക് എന്നോടൊപ്പം Dynamic ability. നിങ്ങൾക്ക് എന്നോടൊപ്പം പറയാൻ പറ്റുമോ, പരിശുദ്ധാത്മാവ് എനിക്ക് സ്ഫോടനാത്മകമായ ഒരു കഴിവ് തന്നിട്ടുണ്ടെന്ന്. To cause changes. അത് സാഹചര്യങ്ങളെ That മാറ്റുവാനുള്ളത്. means you can change the mountains. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മലയെ മാറ്റാനായി സാധിക്കും. You have a faith to move mountains. നിങ്ങൾക്ക് മലയെ മാറ്റാനുള്ള വിശ്വാസം ഉണ്ടാകും. You have a faith to move rivers. നിങ്ങൾക്ക് നദിയെ രണ്ടാക്കാനുള്ള കഴിവ് You can divide the problems in front of your life. നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ മുറിച്ചുകളെ നിങ്ങൾക്ക് സാധിക്കും. Use the faith and the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകത്തെ ഉപയോഗിച്ചാട്ടെ. Hallelujah. Hallelujah. So can you confess with me today like this? എന്റെ കൂടെ Lord, I believe in your grace. നിങ്ങൾ എന്റെ കൂടെ നേരിട്ട് പറയാം, ഞാൻ നിന്റെ കൃപയിൽ വിശ്വസിക്കുന്നു. I'm in your grace now. ഞാൻ നിന്റെ കൃപയിലാണ് ആയിരിക്കുന്നത്. Wherever I go, ഞാൻ എവിടെ പോയാലോ people will show grace and favor to me. ആൾക്കാർ എന്നോട് കരുണയും കൃപയും കാണിക്കുവാനിടയാകും. Wherever I go, ഞാൻ എവിടെ പോയാലോ I will enjoy your grace. It is following me. എന്നെ പിന്തുടരുന്ന നിന്റെ കൃപയിൽ ഞാൻ സന്തോഷിക്കും. Hallelujah. Hallelujah. Wherever I go, ഞാൻ എവിടെ പോയാലോ I see your justice, Lord. നിന്റെ നീതിയെ ഞാൻ കാണുവാനിടയാകും. In my business, എന്റെ ബിസിനസ്സില്, in my job, എന്റെ ജോലിയില്, in my family, എന്റെ കുടുംബത്തില്, in every situation, ഏത് സാഹചര്യത്തിലോ I will see your justice, Lord. നിന്റെ നീതിയെ ഞാൻ കാണുവാനിടയാകും. Hallelujah. Hallelujah. In every morning, ഓരോ പ്രഭാതത്തിലോ I will see ഞാൻ കാണും your hand. നിന്റെ കരുത്തെ ഞാൻ I will കാണുവാനിടയാകും. see your help. നിന്റെ സഹായത്തെ ഞാൻ I will കാണുവാനിടയാകും. see your strength. നിന്റെ ബലത്തെ ഞാൻ കാണുവാനിടയാകും. I believe your strength is following me. എനിക്ക് ഒരു കാര്യം അറിയാം, നിന്റെ ബലം എന്നെ പിന്തുടരുന്നുണ്ട്. Your help is following me. നിന്റെ ആരോഗ്യം എന്നെ പിന്തുടരുന്നുണ്ട്. Holy Spirit, പരിശുദ്ധാത്മാവേ, thank you for your presence. നിന്റെ സാന്നിധ്യത്തിനായി നന്ദി. You bring always help to me നീ എപ്പോഴും എനിക്ക് സഹായം കൊണ്ടുവരുന്നു, and strength to me. എനിക്ക് ആ ബലം കൊണ്ടുവരുന്നു. You are my guider. നീ എന്നെ വഴി കാട്ടുന്നവൻ, You are my director. നീ എന്നെ വഴി നടത്തുന്നവൻ, You are my ability. നീ എന്റെ കഴിവാണ്. You brought me the ability. നീ എനിക്ക് കഴിവ് കൊണ്ടു തന്നു. You given me the dynamic ability to cause changes. സാഹചര്യങ്ങളെ മാറ്റുവാനുള്ള ഡൈനാമിക് എബിലിറ്റി എന്റെ മേൽ പകരുവാനിടയായി. Hallelujah. Instead of crying, confess it. കരയുന്നതിന് പകരം നിങ്ങൾ ഏറ്റുപറഞ്ഞാട്ടെ. Confess it. ഏറ്റുപറഞ്ഞാട്ടെ. Confess it. ഏറ്റുപറഞ്ഞാട്ടെ. Use the truth to confess. ദൈവിക സത്യങ്ങൾ അത് പറഞ്ഞാട്ടെ. And say with me, I'm getting into my glorious life. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ ഗ്ലോറിയസ് ആയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. Say to me, just step on step and say,
I'm getting into glorious life. ഇവിടെ മുമ്പോട്ട് വെച്ചിട്ട് പറഞ്ഞാട്ടെ, ഞാൻ മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Lord, I'm getting into my glorious life. ഞാൻ എന്റെ മഹത്വകരമായ ജീവിതത്തിനകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. Glorious life. മഹത്വകരമായ ജീവിതത്തിലേക്ക്, Glorious life. മഹത്വകരമായ ജീവിതത്തിലേക്ക്. Even though your situation is so bad, believe every morning and confess, Lord, I am getting into my glorious നിങ്ങളുടെ life. സാഹചര്യം എത്ര പാഴോ ശൂന്യമാകട്ടെ, എന്നാലും നിങ്ങൾ പറഞ്ഞാട്ടെ, ഓരോ ദിവസവും പകൽക്കാലം പറയുക, ഞാൻ മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Lord, I am getting into my unending victories. ഞാൻ പരിധിയില്ലാത്ത ജയത്തിലേക്ക് ഞാൻ കയറുകയാണ്. Unending success. ഞാൻ പരിധിയില്ലാത്ത ജയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Unending possibilities. പരിധിയില്ലാത്ത സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Lord, I believe it. ദൈവമേ, ഞാനത് വിശ്വസിക്കുന്നു. From today, ഇന്ന് മുതൽ I believe it is manifesting. അത് എന്റെ മേൽ വെളിപ്പെട്ടു വരുന്നു. Church, I am prophesying to you. സഭയെ, ഞാൻ നിന്നോട് പ്രവചിക്കുകയാണ്. You will see unending victories. നിങ്ങൾ പരിധിയില്ലാത്ത ജയം കാണാനായി പോകുന്നു. Unending success. പരിധിയില്ലാത്ത ജയം, Unending prosperities. പരിധിയില്ലാത്ത സമൃദ്ധി, Unending prosperity. പരിധിയില്ലാത്ത സമൃദ്ധി. It is following you. അത് നിന്നെ പിന്തുടരുകയാണ്. Come on, കരമടിച്ച് ദൈവത്തെ hallelujah. സ്തുതിച്ചാട്ടെ. Lord, I believe. Say with me, Lord, പിതാവേ, I believe. ഞാൻ വിശ്വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Lord, പിതാവേ, I believe. ഞാൻ വിശ്വസിക്കുന്നു. I'm in the glorious life. ഞാൻ മഹത്വകരമായ ജീവിതത്തിലാണ്. I'm in the glorious ഞാൻ life. മഹത്വകരമായ ജീവിതത്തിലാണ്. I'm entered to the present hour of inheritance. ഞാൻ ഈ സമയത്തുള്ള എന്റെ അവകാശത്തിലേക്ക് കടക്കുകയാണ്. Come on, worship Him. ആരാധിച്ചാട്ടെ, Worship Him. ആരാധിച്ചാട്ടെ, Worship Him. ആരാധിച്ചാട്ടെ, Worship Him. ആരാധിച്ചാട്ടെ. എന്ന് പറഞ്ഞാൽ ഓരോ പ്രഭാതത്തിലും അവന്റെ നീതിയെ കണ്ടാട്ടെ, അവന്റെ കൃപയെ കണ്ടാട്ടെ. പരിശുദ്ധാത്മാവിനാലാ നമ്മൾ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും അവന്റെ കൃപ അനുഭവിക്കും, അവന്റെ നീതി അനുഭവിക്കും. കർത്താവിൽ സന്തോഷിച്ചാട്ടെ. നമുക്ക് ഇനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് രാഗിണി. തൃപ്രയർ എന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. ഈ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ജോലിയാണ് അമ്മ ചെയ്യുന്നത്. അമ്മ നോക്കുന്ന ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഛർദിയും വയറുവേദനയും പനിയും മൂലം ഒരു 8 ദിവസം പഴുവിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം അവർ വീട്ടിൽ വന്നു കുറഞ്ഞതിന് ശേഷം. പക്ഷേ കുഞ്ഞിന് വീണ്ടും ഇതേ ബുദ്ധിമുട്ട് കാരണം തിരിച്ച് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, കുറച്ചും കൂടെ ഫെസിലിറ്റി ഉള്ള സെൻറ്ററിലേക്ക് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച് സ്കാൻ ചെയ്തതിന് ശേഷം കുഞ്ഞിൻ്റെ കുടല് പിണഞ്ഞു കിടക്കുകയാണെന്ന് പറയാനിടയായി. അപ്പോൾ അവിടെ ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി വേണമെന്നാണ് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത്. അവിടെ ആ സമയത്ത് സർജൻ ഇല്ലാത്തത് കാരണം ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി. ഈ സമയത്ത് ഈ അമ്മ വിശ്വാസത്തോടു കൂടെ നമ്മുടെ ചർച്ചിലെ ലീഡറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മെഡിക്കൽ കോളേജിൽ ചെന്ന് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്നാണ് പറയാനിടയായത്. വലിയ കാര്യം, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ കുടല് പിണഞ്ഞു കിടക്കുക, പക്ഷേ മെഡിക്കൽ കോളേജ് ഒന്ന് സ്കാൻ ചെയ്തപ്പോ നോർമൽ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷമായിട്ട് പോയാൽ. ദൈവം ചെയ്ത ഓരോ നന്മകൾക്കായി നന്ദി പറയാം. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിക്കായി കർത്താവിനെ സ്തുതിക്കാം. ഓരോ സാക്ഷ്യങ്ങളും കാണുമ്പോൾ പ്രയാസത്തോടെ ആയിരിക്കുന്നവർ പ്രയാസമുള്ള ഭാഗങ്ങളിൽ വിശ്വാസത്തോടെ കൈകൾ വെച്ചാട്ടെ. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ചലിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് നിങ്ങളെ തൊടും, നിങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തുവാനിടയിൽ. ഏത് സാഹചര്യമാണെങ്കിലും, വേദനയിലായിരിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. അല്ല, ഒരത്ഭുതം പ്രതീക്ഷിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും അവിടെ ദൈവത്തെ അനുവദിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. സ്നേഹത്തിൻ്റെ നിറവ് ചലിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങൾ അത്ഭുതങ്ങൾ കാണട്ടെ അപ്പാ. ഈ കുടുംബങ്ങൾ അത്ഭുതങ്ങൾ കാണട്ടെ അപ്പാ. ദൈവകൃപ അനുഭവിക്കട്ടെ അപ്പാ. ദൈവസ്നേഹം അനുഭവിക്കട്ടെ അപ്പാ. ദൈവകൃപ അനുഭവിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു വ്യക്തിയെ കാണാം, വളരെ ഹെൽത്തി ആയിരുന്ന. ഹെൽത്തി എന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരം നടന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. എന്തോ കച്ചവടം പോലെ എന്തോ കാര്യങ്ങൾ
ആ വ്യക്തി ഒത്തിരി നടക്കുകയും എടുക്കുകയും ആരോഗ്യത്തോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലിന് ചെറിയ ബുദ്ധിമുട്ടായിട്ട് മുട്ടിന് താഴെയുള്ള ഭാഗത്ത് ഒരു കീറൽ പോലെ എനിക്ക് കാണാം. അവിടെ ചില പ്രയാസമുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് കാണാം. ഇത്രയും ആരോഗ്യത്തോടെ ഇരുന്ന വ്യക്തി പെട്ടെന്ന് കേട്ട ആ വാർത്ത എന്ന് പറയുന്നത് തൻ്റെ കാലുകൾ ഇനി പഴയതുപോലെ ആരോഗ്യത്തിലാകുമോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ ആ കാലിന് ബലക്കുറവ് വന്നു, പഴയതുപോലെ നടക്കാൻ കഴിയുമോ എന്നറിയത്തില്ല, റെസ്റ്റ് വേണം എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് താനിപ്പോൾ കേട്ടത്. എന്നാൽ അവിടെ കൈവച്ചാട്ടെ, കർത്താവിൻ്റെ സൗഖ്യത്തെ അനുഭവിച്ചാട്ടെ. അപ്പാ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഓരോ കുടുംബങ്ങളും സൗഖ്യത്തിലേക്ക് വരട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതത്തിലേക്ക് വരട്ടെ അപ്പാ. അവിടുത്തെ ശ്രേഷ്ഠത അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിക്ക് ചെടിയുടെ അടുക്കൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കഴുത്തിലൊരു ചൊറിച്ചിലുണ്ടായതാണ്. പക്ഷെ അതിപ്പം കുറച്ച് ദിവസമായി അത് മാറാതെ ആയിരിക്കും. അടുത്തൊരു സിവിയർ സ്റ്റേജിലേക്ക് പോവുകയാണ്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ അപ്പം, അതിപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ മാറിപ്പോകട്ടെ അപ്പം. അപ്പോൾ അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അവിടുത്തെ അത്ഭുതങ്ങൾ അനുഭവിക്കട്ടെ അപ്പം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവേ, നടുവേദനയായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ, മുട്ടിന് പ്രയാസമായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി ഉണ്ടാകട്ടെ അപ്പാ. കർത്താവെ, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ, അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.